ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതായിരിക്കണം, ചിലവർക്ക് അങ്ങനെയല്ല, പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട, നമ്മളൊരു നാച്ചുറൽ സാധനം. ഇപ്പോൾ ചിലവർ തന്നെ പറയും നമ്മൾ ചുമ്മാ പോകുമ്പോൾ അങ്ങ് എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും. കാരണം അവരുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പോസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, ചിലവർ നമ്മളെ അടുത്ത് നേരിട്ട് പറയും. കാരണം ഇപ്പം ഞാൻ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഓൾറെഡി സംസാരിക്കും അവരുടെ അടുത്ത്, എങ്ങനെയാണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, മീൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്ന് ഓൾറെഡി ചോദിക്കും. പിന്നെ കാരണം ഇപ്പം ഞാൻ തന്നെ ഉദാഹരണത്തിന് വെഡ്ഡിങ്ങിൻ്റെ ഡേയ്സിൻ്റെ അന്ന് എപ്പോഴാണ് മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നത്, എത്ര മണിക്കാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പിന്നെ എത്ര മണിക്കൊക്കെ ഇട്ട്, ഇതെല്ലാം ഡീറ്റെയിൽസ് ചോദിക്കാം. എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1.5 hour കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിക്സ് എടുക്കാം. പക്ഷെ അതിനൊക്കെ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയും. മാക്സിമം നോക്കി കിട്ടും. കാരണം നമുക്ക് അവർക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അവർ മേക്കപ്പ് കഴിഞ്ഞ് എത്തിയിട്ട് ഉടനെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലോങ് ഡ്രൈവ് പോകേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓൾറെഡി കസ്റ്റമറായിട്ട് ഒരു സംസാരിക്കും, നമ്മൾ നേരിട്ട് സംസാരിച്ച് ഒരു ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. ചിലവർക്ക് നല്ല ടൈം കിട്ടും, പക്ഷെ ടൈം കിട്ടുമെങ്കിലും എന്താ പറയാ, അവർക്ക് ആ ഒരു ആംബിയൻസിലുള്ള സ്ഥലമോ വേറെ ഒന്നും കാണത്തില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് ഇതേപോലെ സമയം ഇതെല്ലാം ഒരു പ്ലാൻ ചെയ്യും. ചിലവർ ഓൾറെഡി പറയും നിങ്ങൾക്ക് ഇത്ര ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കും, ഓക്കെ എന്ന് പറയും. ആ സമയത്താണ് നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചിലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആംബിയൻസും ഉണ്ടായിരിക്കും, നല്ല ഇതുമായിരിക്കും, പക്ഷെ ക്ലയൻസിന് അത് താല്പര്യം ഉണ്ടായിരിക്കില്ല, കുറച്ച് ഫിക്സ് മതി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല, പടം എടുക്കണമെന്ന് താല്പര്യം. അപ്പൊ അതിലാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്, അവസരം കിട്ടും, നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഉള്ള വെഡിങ്ങിലൊക്കെ മിക്കവാറും ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ലൈറ്റ് മാത്രം എടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എന്താ കിട്ടുന്ന അത് മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്, വേറെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ബാക്കി കാരണം ഈ ലൈറ്റിംഗ് യൂസ് ചെയ്തുള്ള സംഭവം ഇപ്പൊ വളരെ കുറവാണ്. അതെ. ഇപ്പൊ നമുക്ക് ലൈറ്റിംഗ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്.